ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കാവത്താണ് കേട്ടോ. വളരെ രുചികരമായ ഒരു കാവത്തുകൊണ്ട് നമുക്ക് വിരകി നോക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. സ്കൂളിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുക്കും. പഴയ കാലത്ത് വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ കഴിച്ചിരുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ കഴിക്കുമോയെന്നറിയില്ല, എന്നാലും അവർക്കിത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കാവത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാവത്തിന് അരിയുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം എപ്പോഴും അരിഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് കാവത്ത് അരിഞ്ഞെടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് അതിൻ്റെ മീതെയുള്ള തൊലിയെല്ലാം നീക്കി ക്ലീൻ ചെയ്ത് ഒരു 6-7 പ്രാവശ്യം നന്നായി വെള്ളത്തിൽ കഴുകിയിട്ട് വേണം കാവത്ത് ഉപയോഗിക്കാനായിട്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മീതേക്ക് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വിസിലടിപ്പിക്കുന്നത്. ഒരു 6-7 വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടാണ്. ഞാനൊരു 6-7 വിസിലടിപ്പിച്ചു. അപ്പോൾ കാവത്ത് നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിലേക്കുള്ള തേങ്ങയാണ്. ഞാനിവിടെ ഒരു തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ശർക്കരയാണ് കേട്ടോ ഇത് ബാലവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ശർക്കരയാണ്. കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണിത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കാവത്ത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് ഇടിച്ച് പരുവമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഉടച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കാവത്തെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കാവത്തൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവിയെല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ തുറന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഉടച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കാവത്ത്. കണ്ടില്ലേ, എന്നാലേ ഇത് വിരകിയ പോലെ കണ്ടാവുള്ളൂ. ഉരുളൻകിഴങ്ങൊക്കെ ഉടയുന്ന പോലെ തന്നെ കുറച്ചൊക്കെ ഉടഞ്ഞിട്ട് നമുക്ക് കിട്ടും, കുറച്ച് ഉടയാതെയും കിട്ടും. ഒന്ന് കടിക്കാനിടക്ക് നല്ല ടേസ്റ്റിന് കുറച്ചൊക്കെ ഉടയാതെയും വേണം. പിന്നെ നമ്മുടെ ഈ ശർക്കര പൊടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിതിങ്ങനെ ഉടച്ച് കൊടുക്കാം. കാവത്ത് വേവിക്കുമ്പോൾ ശർക്കര ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് അവർക്ക് കൊടുക്കുക. ബേക്കറിയൊന്നും അധികം കൊടുക്കാതെ ഇതുപോലെ ഉള്ള ഫുഡുകൾ അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മിക്സാക്കി മതി. ചിലപ്പോൾ നോക്കുമ്പോൾ ശർക്കര ഒന്നും ഉടഞ്ഞ് കാണില്ല. തീ ഒന്ന് കൂട്ടി വെക്കാൻ മറക്കണ്ട കേട്ടോ. അടിക്ക് പിടിക്കാതെ ഇരിക്കാനാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ശർക്കര നോക്കുമ്പോൾ ഉടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായിക്കോളും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മെൽറ്റാവും. നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, വളരെ രുചികരമായിട്ട് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികളിങ്ങനെ കോരി കഴിക്കും. അത്രയും രുചിയാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.